വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ബീഫ് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വലിയ പീസാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്തി ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ചോറ് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെല്ലാ റൈസ് വേണം. ഞാനിവിടെ ഒരു 4 കപ്പ് സെല്ലാ റൈസ് എടുത്തിട്ടുണ്ട്. സെല്ലാ റൈസ് ഇല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കുക. മന്തിക്ക് എപ്പോഴും സെല്ലാ റൈസാണ് നല്ലത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട്. നാട്ടിൽ സെല്ലാ റൈസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് അറിയില്ല. മന്തി ഉണ്ടാക്കുന്ന റൈസ് എന്ന് ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. ഒരു 5.5 ലിറ്ററിൻ്റെ കുക്കറിൽ നമുക്ക് ഏകദേശം 250 ml കപ്പിൽ 4 കപ്പ് അരി വെച്ചിട്ട് ചോറുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. രണ്ട് നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക. 2 കറുകപ്പട്ട, ഒരു 5 ഏലക്ക, 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം, കറുകല. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഇത് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി കുക്കറിൻ്റെ മൂടി വെച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുത്താം. ബീഫ് ആയതുകൊണ്ട് വേവിൽ വ്യത്യാസം വരും. അപ്പോൾ 6 വിസിൽ വരുത്തിയിട്ട് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 വിസിലും കൂടി അടിക്കാം. ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് നല്ലോണം വേണം. പക്ഷേ നമ്മുടെ ഈ എല്ലുമ്മൽന്ന് ഈ ഇറച്ചി വിട്ട് പോകുന്ന രൂപത്തിൽ ഒരുപാട് അങ്ങോട്ട് വേവാനും പാടില്ല. ആ രീതിയിൽ വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഇനി ഒരു 6 വിസിൽ വന്നതിന് ശേഷം മൊത്തത്തിൽ ഇറക്കി പോയതിന് ശേഷം തുറന്ന് നോക്കാം. വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലും കൂടി അടിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. നമുക്ക് ബീഫ് വേകുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് വിട്ട് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 6 വിസിൽ വന്നിട്ടുണ്ട്. എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ബീഫ് ഇതിൽ നമുക്ക് മാറ്റാം.
ഈ വെള്ളം ഒന്ന് അളന്ന് നോക്കാം. അതിന് ശേഷം വേണം ബാക്കി എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് അളന്ന് നോക്കിയിട്ടുണ്ട്. കറക്റ്റ് 3 കപ്പ് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മളെടുത്തേക്കുന്നത് 4 കപ്പ് സെല്ലാ റൈസാണ്. 4 കപ്പ് സെല്ലാ റൈസിന് കറക്റ്റ് 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം തന്നെ വേണം കേട്ടോ. കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ പോലും സെല്ലാ റൈസിന് കുറച്ച് വെള്ളം കൂടുതൽ വേണം. നമ്മൾ സാധാരണ പാത്രത്തിൽ വെക്കുന്ന അളവ് തന്നെയാണ് കേട്ടോ സെല്ലാ റൈസ് നമ്മൾ കുക്കറിൽ എടുക്കുന്നത്. ഇനി ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ 4 കപ്പിന് 8 കപ്പ് വെള്ളം വെക്കേണ്ട, ഒരു 7 കപ്പ് വെള്ളം വെച്ചാലും മതിയാവും. ഇതിലേക്ക് ഞാൻ ബാക്കി 5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 3 പച്ചമുളക് ഇതേപോലെ മുഴുവനോടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് ഉണക്ക ചെറുനാരങ്ങ, അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കുക്കറിനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ വന്നതിന് ശേഷം 2ാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചെയ്ത് നിർബന്ധമില്ല കേട്ടോ, കാണാൻ ഭംഗിക്ക് ഉണ്ടാവും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചിടണം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഇതിലിട്ടേക്കുന്ന ഈ മസാലയൊക്കെ ശരിക്ക് ബീഫിൽ പിടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 1 വിസിൽ വന്ന് 2ാമത്തെ വിസിൽ വരാനായപ്പോൾ ഓഫ് ചെയ്ത് മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടല്ലേ, ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വേവൊന്നും കൂടിയിട്ടില്ല. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് മാറ്റുന്നുണ്ട്, മാറ്റാൻ മറന്നുപോയി. ഇതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചോറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പണിയും കൂടി ഉണ്ട്. ഇത് ചെയ്തെങ്കിൽ നമുക്ക് ഒറിജിനൽ മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോളിൻ്റെ കഷ്ണം എടുക്കുക. അത് നമുക്കൊന്ന് കത്തിച്ച് കനലാക്കി എടുക്കുക. ഈ ചാർക്കോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചിരട്ടായാലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ചാർക്കോളിൻ്റെ കഷ്ണം
വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഓയിൽ വെച്ച് കൊടുക്കാം. കുക്കറിനെ മൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ഇതൊന്നിങ്ങനെ വെക്കാം. പുക പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ പുകയൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് തിന്നെടുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ കുക്കറിൽ തന്നെ വെക്കണ്ട കേട്ടോ, വേറെ പാത്രത്തിലേക്ക് മറിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടിയിലേക്കൊക്കെ നന്നായിട്ട് വേവാകും. അപ്പോൾ ശരിക്കും കറക്റ്റ് പരുവണൊക്കെ വിട്ട് വെക്കുന്ന ഒരു പരുവാണിത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഈസി ആയിട്ട് ചെയ്യുന്ന ചിക്കൻ മന്തി അതുപോലെ തന്നെ മട്ടൻ മന്തി കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേര് ബീഫ് മന്തിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബീഫ് മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.